അള്ളാഹുവിൻ്റെ പള്ളിയിലെ നമ്മുടെ ഈ ഇരുത്തം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സിനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പേർഷ്യൻ ഭരണകാലത്ത്, അഥവാ ഇന്നത്തെ ഇറാൻ, ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ് അന്നത്തെ പേർഷ്യ എന്നറിയപ്പെട്ട വലിയ സാമ്രാജ്യം. ആ പേർഷ്യൻ ഭരണകാലത്ത് ഇറാഖിലെ ഉബുല്ല എന്ന പ്രദേശത്തിലെ ഒരു ഗവർണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ പേരാണ് സുഹൈബ്. ഈ സുഹൈബിൻ്റെ ചെറുപ്പകാലത്ത് റോമൻ സാമ്രാജ്യം, ബൈസാൻഡിയൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന റോമൻ സാമ്രാജ്യം, ഇന്നത്തെ ഇറ്റലി ഉൾപ്പെടുന്ന യൂറോപ്പിലെ കേന്ദ്രീകരിക്കുന്ന ഒരു സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. ഈ ഇറാഖിനെ ആക്രമിക്കുകയും ഇദ്ദേഹത്തെ, ഈ സുഹൈബിനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ റോമിലേക്ക് അടിമയായി കൊണ്ടുപോകപ്പെട്ട സുഹൈബ് റോമൻ സംസ്കാരത്തിലാണ് പിന്നീട് വളർന്നത്. അങ്ങനെ പേർഷ്യക്കാരനായ സുഹൈബ് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടത് സുഹൈബ് അൽ റൂമി എന്നാണ്. റോമക്കാരനായ സുഹൈബ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീട് അദ്ദേഹം അടിമച്ചന്തയിലേക്ക് എത്തുകയും മക്കയിലെ അബ്ദുല്ലാഹ് ബിൻ ജുദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തെ വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു. സുഹൈബിൻ്റെ സത്യസന്ധത, വിശ്വസ്തത, സുഹൈബിൻ്റെ ഡെഡിക്കേഷൻ, അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അബ്ദുല്ലാഹ് ബിൻ ജുദ്ആന് ബോധ്യം വന്നപ്പോൾ സുഹൈബിനെ അദ്ദേഹം സ്വതന്ത്രനാക്കി. എന്നിട്ട് തൻ്റെ കച്ചവടത്തിലെ പാർട്ട്ണറാക്കി, പങ്കാളിയാക്കി. തൻ്റെ കഴിവും സാമർഥ്യവും കൊണ്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സുഹൈബ് അൽ റൂമി വലിയ സമ്പന്നനായിട്ട് മാറി. റോമിലെ ജീവിതകാലത്ത് ബൈബിളിനെ കുറിച്ച്, അല്ലെങ്കിൽ ബൈബിളിലെ അധ്യാപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവസരം ലഭിച്ച സുഹൈബിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കിട്ടിയപ്പോൾ ഇത് ബൈബിളിൽ പരാമർശിക്കപ്പെട്ട അന്ത്യപ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. അങ്ങനെ അദ്ദേഹം പ്രവാചകനിൽ വിശ്വസിക്കുകയാണ്. അദ്ദേഹം സ്വന്തമായി പറയുന്നൊരു, പിന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ പ്രവാചകനിൽ വിശ്വസിച്ചു, ഇനി നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു എന്നാണ് ഇനി പറയാം. സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയും, ഞാൻ മദീനയിൽ മൂന്നാമതായി എത്തണമെന്നാണ് ആഗ്രഹിച്ചത്. മക്കയിൽ ഇസ്ലാമിൻ്റെ എല്ലാ തലത്തിലും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മദീനയിലേക്കുള്ള ഹിജ്റ ഉണ്ടാകുന്നത്. അങ്ങനെ മൂന്നാമതായിട്ട് മദീനയിലേക്ക് എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ശത്രുക്കൾ എന്നെ തടഞ്ഞു വെച്ചു, എന്നെ പോകാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് മദീനയിലേക്ക് പോയി. അവസാനം അള്ളാഹുവിൻ്റെ പ്രവാചകനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പോയി. അപ്പോഴും ഞാൻ മക്കയിൽ ബാക്കിയായി. അങ്ങനെ ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് രണ്ടും കൽപ്പിച്ച് പോകാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ പോകുന്ന സന്ദർഭത്തിൽ എന്നെ ഖുറൈശികൾ തടഞ്ഞു വെച്ചു. എന്നിട്ട് ഖുറൈശികൾ എന്നോട് പറയുന്നത്, നീ ഒരു അടിമയായിട്ട് മക്കയിലേക്ക് വന്നവനാണ്. അന്ന് നിനക്ക് ഭാഷ വശമില്ലായിരുന്നു, നിനക്ക് ഇത്ര സാമർഥ്യമില്ല, ഇത്ര കഴിവുകളില്ല, ഇത്ര സമ്പത്തില്ല, ഇത്ര പ്രൗഢിയോ പ്രതാപമോ നിനക്ക് അന്നില്ല. ഒരടിമയായി മക്കയിലേക്ക് വന്നവനാണ് നീ. അങ്ങനെ ഇവിടെ വന്ന് സമ്പാദിച്ച് ഈ സമ്പത്ത് കൊണ്ടുപോയി മദീനയിൽ സുഖമായി ജീവിക്കാം എന്നാണ് നീ കരുതുന്നതെങ്കിൽ അതിന് ഞങ്ങൾ നിന്നെ സമ്മതിക്കില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു ആ ആളുകളോട് പറഞ്ഞു, എൻ്റെ സമ്പത്താണോ നിങ്ങൾക്ക് പ്രശ്നം?
എൻ്റെ സമ്പത്ത് മുഴുവനായി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നുവെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുമോ? അവർ പറഞ്ഞു, നിനക്ക് പോകാം. അങ്ങനെ ഉടുത്ത തുണി മാത്രം, അത് മാത്രമാണ് ശരീരത്തിലുള്ളത്. അതും കൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോകുന്നത്. കഷ്ടപ്പെട്ട് അദ്ദേഹം മദീനയിലെത്തി. കിലോമീറ്ററുകൾ താണ്ടി ക്ഷീണിതനായി മദീനയിലെത്തിയ ശുഐബ് റളിയല്ലാഹു അൻഹുവിനെ വിദൂരതയിൽ നിന്ന് കണ്ട ഉടനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ സന്തോഷത്തോടുകൂടി ഉറക്കെ വിളിച്ചു പറയുകയാണ്, റബിഹൽ ബൈ യാ അബാ യഹ്യ, റബിഹൽ ബൈ യാ അബാ യഹ്യ. അല്ലയോ അബാ യഹ്യ, അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഒരു പേരാണ്. താങ്കളുടെ കച്ചവടം ലാഭകരമായ കച്ചവടമാണ്. ഇതുവരെ മക്കയിൽ ഉണ്ടാക്കിയിട്ട് താങ്കൾ കച്ചവടം ചെയ്ത് എത്രയോ ലാഭമുണ്ടാക്കി. എന്നാൽ അതിനേക്കാൾ വലിയ ലാഭകരമായ കച്ചവടമാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ കച്ചവടത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അംഗീകാരം മാത്രമല്ല, തൊട്ടുടനെയാണ് വിശുദ്ധ ഖുർആനിന്റെ സൂക്തം അവതരിക്കുന്നത്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹുവിൻ്റെ റിളയ്ക്ക് വേണ്ടി, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സമ്പത്തല്ല, തങ്ങളെ തന്നെ വിറ്റ ആളുകളുണ്ട്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തങ്ങളെ തന്നെ അള്ളാഹുവിന് വിറ്റാളുകൾ. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് അളവറ്റ ദയയും കാരുണ്യവും ഉള്ളവനാണ്. ഇത് ശുഐബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രം ചരിത്രമല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ചരിത്ര പാഠങ്ങൾ ഉസ്താദിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. ശുഐബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രം ചരിത്രമല്ല. ഇതേപോലെ ഒരുപാട് സഹാബാക്കൾ മക്കയിൽ അവരുടെ വീടും അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും അവരുടെ വസ്തുവകകളും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് പോയത്. ഈ സമ്പത്ത് അന്യായമായി കൈവശപ്പെടുത്തി, ഈ സമ്പത്ത് കൊള്ളയടിച്ച്, അതിനെ വിറ്റ് കാശാക്കി, അതിലൂടെ വലിയ ലാഭങ്ങൾ സമ്പാദിച്ച് മദീനയെ നശിപ്പിക്കാൻ മുശ്രിക്കുകളായ ആളുകൾ തന്ത്രങ്ങൾ മെനയുകയാണ്. ബദറിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലം അതാണ്. മദീനയിലേക്ക് അവർ പോയി, അവരെങ്ങനോടെ കഴിഞ്ഞോട്ടെ, ഇനി ഇവരുടെ ശല്യം പോയി കിട്ടിയല്ലോ എന്ന് തീരുമാനത്തിലെത്താൻ മക്കയിലെ ഖുറൈശികൾക്ക് സാധിക്കുന്നില്ല. ഈ മുസ്ലിങ്ങളായ ആളുകൾ വിട്ടേച്ചു പോയ അവരുടെ സമ്പത്ത് അന്യായമായി കൈവശപ്പെടുത്തി അത് കൊള്ളയടിച്ച് അതുമായി സിറിയയിലേക്ക് അവർ പോവുകയാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സിറിയയിലേക്ക് ഒരു കച്ചവട സംഘത്തെ അയക്കുന്നു. ആ കച്ചവട സംഘത്തിൽ ഈ മുസ്ലിങ്ങളുടെ സമ്പാദ്യമാണുള്ളത്. അവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് വലിയ ലാഭവുമായി തിരിച്ചു വരണം. ആ ലാഭം തിരിച്ചു കൊണ്ടുവന്ന് മക്കയുടെ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനല്ല, മക്കയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയല്ല, മക്കയിലെ പട്ടിണിയും അതേപോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഈ സമ്പത്ത് ഉപയോഗപ്പെടുത്തി മദീനയെ ഇല്ലാതാക്കലാണ് അവരുടെ ലക്ഷ്യം. പ്രവാചകനെ ഇല്ലാതാക്കലാണ് ലക്ഷ്യം. നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ വർഷം അഥവാ ഹിജറ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മനസ്സിലാക്കിയപ്പോൾ അബൂ സുഫിയാൻ സിറിയയിൽ നിന്ന് മടങ്ങുന്ന വേളയിൽ അബൂ സുഫിയാനെ തടയാൻ തീരുമാനിച്ചു. ആ തടയാൻ തീരുമാനിക്കുന്നതിന്റെ പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മാത്രമല്ല, മദീനയുടെ സഹായമില്ലാതെ തങ്ങളുടെ കച്ചവടം, മക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പുൽനാമ്പ് പോലും അവിടെ മുളയ്ക്കാത്ത പ്രദേശമാണ്. ഒരു കൃഷിയും അവിടെ, എന്തെങ്കിലും തരത്തിലുള്ള കൃഷി അവിടെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ അതേ പ്രദേശമാണ് അന്ന് മക്ക. അവർക്ക് എന്തെങ്കിലും തിന്നണമെങ്കിൽ കുടിക്കണമെങ്കിൽ അവർക്ക് പുറം നാടുകളിൽ നിന്ന് വരണം. കച്ചവടത്തെ ആശ്രയിച്ചുകൊണ്ടാണ് മക്ക കഴിയുന്നത്. മദീനയെ ആശ്രയിക്കാതെ, മദീനയുടെ സഹായമില്ലാതെ, മദീനയുടെ ഔദാര്യമില്ലാതെ, കാരണം ഈ സിറിയയിലേക്കുള്ള കച്ചവട സംഘം മദീനയുടെ ചാരത്തുകൂടെയാണ് പോകേണ്ടത്.
ആ മദീനയുടെ ഏതെങ്കിലും അർത്ഥത്തിൽ ഔദാര്യമില്ലാതെ തങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇവരെ ബോധ്യപ്പെടുത്തുക കൂടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. അങ്ങനെയാണ് പ്രവാചകൻ തൻ്റെ അനുയായികളെയും ചേർത്ത് മദീനയിൽ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്റർ ദൂരത്തുള്ള ബദർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പുറപ്പെടുന്നത്. 2 കുതിരകൾ, 70 ഒട്ടകങ്ങൾ, 313 ആളുകൾ. 313 ആണ്, 19 ആണ്, 18 ആണ്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എണ്ണത്തിലൊന്നും വലിയ പ്രശ്നമല്ല. ഇസ്ലാമിലെ ഒരു ചരിത്രം പറയുമ്പോൾ എണ്ണത്തിലല്ല പ്രശ്നം. നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ സൂറത്തുൽ കഹ്ഫ് സാധാരണ ഓതാറുണ്ട്. ഈ സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിൽ ആളുകൾ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുന്ന സന്ദർഭത്തിൽ ഇവരുടെ മഹത്വത്തെക്കുറിച്ചും ഇവരുടെ പോലീസിയെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച. അവരെത്ര പേരുണ്ടായിരുന്നു, ഇവർക്ക് എങ്ങനെയാണ് സ്മാരകം പണിയേണ്ടത്, ഇത്യാദി ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ അതിൽ പറയുമ്പോൾ ഇതിന് ഈ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടിയായി വിശുദ്ധ ഖുർആൻ അവരുടെ എണ്ണത്തെക്കുറിച്ചോ അവരുടെ പേരുകളെക്കുറിച്ചോ അവർ എത്ര താമസിച്ചു എന്നതിനെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നല്ല പറയും. അവർ എന്തിന് ഗുഹയിൽ പോയി, എങ്ങനെ തിരിച്ചു വന്നു. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക, അവരുടെ ത്യാഗം, അവരുടെ സമർപ്പണം, ആ ത്യാഗത്തിൽ നിന്ന് സമർപ്പണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പാഠങ്ങൾ, ഇതാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അല്ലാതെ അതിൽ എത്ര ആളുകളുണ്ട്, അവരുടെ പേരെന്താണ്, ആ കാലത്തെ രാജാവിൻ്റെ പേരെന്താണ്, ഈ ജാതി ചരിത്ര വ്യാഖ്യാനങ്ങളൊന്നും വിശുദ്ധ ഖുർആനിൻ്റെ രീതിയല്ല. എന്തിനവർ പോയി, എന്തായിരുന്നു അന്നത്തെ സാഹചര്യം, ആ ചെറുപ്പക്കാരായ ആളുകളുടെ ആർജവമുള്ള നിലപാട് എന്തായിരുന്നു, ആ നിലപാട് അവർ എന്തിനു വേണ്ടി സ്വീകരിച്ചു, ഇതാണ് പഠിപ്പിച്ചത്. പിന്നെയും ആ ആളുകളുടെ അടുത്ത അവകാശവാദം, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ പോരിശിയാക്കിയ ആളുകളുടെ അടുത്ത അവകാശവാദം, ഇവർക്ക് വേണ്ടി ഒരു പള്ളി പണിയണം, ജാറം പണിയണം, ഇവർക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉണ്ടാക്കണം, എന്നിട്ട് അവിടെ പോയി ഉത്സവങ്ങൾ നടത്തണം. അതിലൊന്നുമല്ല വലിയ കാര്യം. അവരുടെ വഴിയെ സഞ്ചരിക്കുക എന്നതാണ് ആ ചരിത്ര പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറിയ സംഘവുമായിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. എങ്ങനെയാണ് ബദർ ചരിത്രത്തിൽ ഇത്രയും വലിയ സംഭവമാകുന്നത്? ബദറിൽ ആകെ പങ്കെടുത്ത ആളുകൾ എന്ന് പറയുന്നത് 2 കക്ഷികളിൽ നിന്നും ആകെ പങ്കെടുത്ത ആളുകൾ 1313 ആളുകൾ, അല്ലെങ്കിൽ 2000-ൽ താഴെ, അല്ലെങ്കിൽ 1500-ൽ താഴെ, ഇത്രയും ആളുകളാണ് ആകെ പങ്കെടുത്തത്. ഇനി അതിൽ വധിക്കപ്പെട്ട ആളുകൾ, മുസ്ലിം സൈന്യത്തിൽ നിന്ന് ഷഹാദത്ത് വരിച്ച ആളുകൾ 14 പേർ, അപ്പുറത്ത് വധിക്കപ്പെട്ട ആളുകൾ 70 പേർ, ബന്ദികളാക്കപ്പെട്ട ആളുകൾ 70 പേർ. ഒരു യുദ്ധത്തിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളുടെ എടുത്തു നോക്കിയാൽ അതിലെ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന അന്നത്തെ വാഹനങ്ങൾ അഥവാ ഒട്ടകങ്ങൾ, കുതിരകൾ പോലുള്ളതിനെടുത്തു നോക്കിയാൽ എത്ര ചെറുതാ. എന്നാലും ചരിത്രത്തിൽ എഴുതപ്പെടുന്നത് ബദറുൽ കുബറ എന്നാണ്, മഹത്തായ ബദർ. എങ്ങനെയാണ് ബദർ മഹത്തായത്? ബദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. എന്നാൽ ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ച് ബദർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരല്ല. വിശ്വാസികൾക്ക് ഇന്നൊരു ആവേശമാണ്, ഒരു കരുത്താണ്, ഒരു ആത്മവിശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ്. അവരുടെ ഈമാനിൻ്റെ തിളക്കവും മാറ്റം കൂട്ടുന്നതാണ് ബദർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ചെറിയ പ്രദേശം ഇത്ര വലിയ സംഭവമായത്? അതിനൊരൊറ്റ മറുപടിയെ നമുക്ക് പറയാനുള്ളൂ. സാധാരണ സംഘടനകൾ ഉണ്ടാകുന്നത് തങ്ങളുടെ സാമ്രാജ്യങ്ങൾ വികസിപ്പിക്കാനാണ്. സാധാരണ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത് എതിർകക്ഷിയെ പരാജയപ്പെടുത്തി നാമാവശേഷമാക്കുന്നതിന് വേണ്ടിയാണ്. സാധാരണ സംഘടനകൾ ഉണ്ടാകുന്നത് സമ്പത്തും മുതലുകളും ഭൂമിയും കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ബദറിൽ നടത്തിയ പോരാട്ടം സത്യവും അസത്യവും വേർതിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ യൗമുൽ ഫുർഖാൻ എന്ന പേരിൽ നാമകരണം ചെയ്തത്. പരിശുദ്ധ ഖുർആനിന് മറ്റൊരു പേരാണ് ഫുർഖാൻ എന്ന് പറയും. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണ്, അളവുകോലാണ് വിശുദ്ധ ഖുർആൻ. ഈ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കപ്പെട്ട ലോകത്തിൻ്റെ മുമ്പിൽ ഇത് രണ്ടും വേർതിരിഞ്ഞ് മനസ്സിലാക്കപ്പെട്ട ഒരു ദിവസമായതുകൊണ്ടാണ് ആ ദിവസത്തെ യൗമുൽ ഫുർഖാൻ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അങ്ങനെയാണത് ബദറുൽ കുബറയാകുന്നത്.
അല്ലാതെ അതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല, അല്ലെങ്കിൽ അതുണ്ടാക്കിയ മറ്റേതെങ്കിലും തരത്തിലുള്ള അനന്തരഫലങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, സത്യവും അസത്യവും തമ്മിൽ വേർതിരിഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ്. അന്ത്യനാൾ വരെയുള്ള വിശ്വാസി സമൂഹത്തിന് കരുത്തു പകരുന്ന, ആത്മവിശ്വാസം പകരുന്ന പാഠങ്ങളാണ് ബദറിൻ്റെ ചരിത്രം നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് ബദർ ആവേശമായി മാറുന്നത്. അതിൻ്റെ ചരിത്രപാഠങ്ങളെ ഒഴിവാക്കി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും തമ്മിൽ അവർ പരസ്പരം പ്രകടിപ്പിച്ച പരസ്പര ബന്ധത്തിൻ്റെ ഒരു വല്ലാത്ത മസ്മരികതയുണ്ട്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അവർ തമ്മിൽ ഒരു ഇഴയടുപ്പമുണ്ട്. ഒരിക്കലും പറഞ്ഞറിയാൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, 3 കുതിരകൾ, 70 ഒട്ടകങ്ങൾ, 313 ആളുകൾ, 3 ആളുകൾക്കൊരു വാഹനം. ഇങ്ങനെയാ കണക്ക്. 3 ആളുകൾ ഊഴം വെച്ച് മാറി മാറിയിട്ടാണ് ആ വാഹനത്തിൽ സഞ്ചരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹു, അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, ഈ 3 ആളുകളാണ് ഒരു ടീം. ഈ 3 ആളുകൾ കൂടിയാണ് ഒരു വാഹനം. അങ്ങനെ അവർ പോകുന്ന ഘട്ടത്തിൽ അബൂ ലുബാബയും അലി റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്. പ്രവാചകനോട് അവർ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ നായകനാണ്. ഈ ആധുനിക യുദ്ധം നയിക്കുന്ന ആളുകൾ അവരവരുടെ കേന്ദ്രങ്ങളിൽ ഇരുന്ന് അവർ സ്വൈര്യമായി വലിയ പ്രൊട്ടക്ഷനോടുകൂടിയാണ് അവർ യുദ്ധം നയിക്കുന്നത്. നിരപരാധികളായ പെൺകുട്ടികളെ കൊല്ലുന്നു, അതേപോലെ തന്നെ നിരപരാധികളായ കുട്ടികളെ, സ്ത്രീകളെ, വൃദ്ധന്മാരെ, സിവിലിയന്മാരെ കൊലപ്പെടുത്തുന്നു. ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം വരെ, അല്ലെങ്കിൽ ഫലസ്തീനിൽ നടക്കുന്ന സംഘടന വരെ, സിനിമാറിന് എടുത്ത് നോക്കിയാൽ, ഇസ്മായിൽ ഹനിയെ എടുത്ത് നോക്കിയാൽ, അവരൊക്കെ എങ്ങനെയാണ് പോരാട്ടം നടത്തുന്നത്? എതിർകക്ഷിയിൽ ആളുകൾ അവരുടെ ഭദ്രമായ കോട്ടകൾക്കകത്തുനിന്നുകൊണ്ടാണ് അവർ പോരാടുന്നത്. എന്നാൽ ഇവരങ്ങനെയല്ല, ഇവർ മുന്നിൽ നിന്ന് പടം നയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പള്ളിയിൽ ഇരുന്നു കൊണ്ടല്ല പടം നയിക്കുന്നത്. പ്രവാചകൻ ഇവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. ആ 3 പ്രവാചകന് സ്വന്തമായിട്ടൊരു വാഹനമല്ല, 3 ആളുകളിൽ ഒരാളായിട്ടാണ് പ്രവാചകൻ സഞ്ചരിക്കുന്നത്. ആ സമയത്ത് ഈ അബൂ ലുബാബയും അലി റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും പ്രവാചകനോട് വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ ഒരു കാര്യം ചെയ്യാം, താങ്കൾ ഞങ്ങളുടെ അവസരവും കൂടി താങ്കൾ വാഹനത്തിലിരുന്നോ, ഞങ്ങൾ നടന്നോളാം, ഞങ്ങൾക്കുള്ള ഊഴം താങ്കൾക്ക് ഞങ്ങൾ നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നടന്നുകൊള്ളാം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നൊരു മറുപടിയുണ്ട്. അവരുടെ മുമ്പിൽ നിന്ന് പടം നയിക്കുന്ന ലോകത്തിൻ്റെ നായകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാ, നിങ്ങളെക്കാൾ നടക്കാൻ കഴിവില്ലാത്തവരല്ല ഞാൻ. നിങ്ങൾക്ക് നടക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ കഴിവ് കെട്ടവനല്ല ഞാൻ. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യമുണ്ട് എനിക്ക്. അള്ളാഹിൻ്റെ മുമ്പിൽ പ്രതിഫലത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളുടെ അവസരങ്ങൾ കവർന്നെടുത്ത് ആ പ്രതിഫലം എനിക്ക് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെക്കാൾ പ്രതിഫലത്തിൽ ആവശ്യക്കാരനാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തെ നമുക്ക് എങ്ങനെയാണ് അളക്കാൻ കഴിയുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേതാവായി അവരോടൊപ്പം സഞ്ചരിക്കുന്നു എന്നതാണ് ഏതൊരു വിജയത്തിൻ്റെയും അനിവാര്യത എന്ന് പറയുന്നത്. ഈ നേതാക്കളും അനുയായികൾ പരസ്പരം തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ഉത്തമ സാഹോദര്യത്തിൻ്റെ താല്പര്യങ്ങൾ, അവർക്കിടയിലുള്ള മാനസികമായ ഐക്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇനി അപ്പുറത്ത് അബൂ സുഫിയാൻ വിവരമറിയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നു. ഇത് മനസ്സിലാക്കി അബൂ സുഫിയാൻ മക്കയിലേക്ക് ഒരാളയച്ചു. നിങ്ങളുടെ കച്ചവട സംഘം കൊള്ളയടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചാളുകൾ വരണം. കാരണം കച്ചവടത്തിലേക്ക് വന്നപ്പോൾ കച്ചവടത്തിന് പറ്റിയ ആളുകളായിട്ടാണല്ലോ വന്നത്, ആയുധങ്ങളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കുറച്ചാളുകൾ മക്കയിൽ നിന്ന് വരണം. അങ്ങനെ ഒരാൾ പറഞ്ഞയച്ചു. ഈ പറഞ്ഞയക്കപ്പെട്ട മനുഷ്യൻ സാധാരണ യുദ്ധത്തിൽ സംഭവിക്കാറുള്ളത് പോലെ കുപ്രചരണങ്ങൾ, തെറ്റായ വർത്തമാനങ്ങൾ പ്രചരിപ്പിക്കുക. ഇപ്പം ഇറാഖിനെ ആക്രമിക്കാൻ എന്താ കാരണം? പറഞ്ഞ് രാസായുധങ്ങളുണ്ട്. ഇപ്പം ഇറാൻ ആക്രമിക്കാനുള്ള കാരണം എന്താ? അവിടെ ആറ്റം ബോംബ് നിർമ്മിക്കുന്നു. ഇങ്ങനെ കുപ്രചരണങ്ങൾ നടത്തി ആടിനെ കൊല്ലാൻ പറ്റൂലല്ലോ, അപ്പോൾ ആടിനെ പട്ടിയാക്കണം.
പട്ടിയാക്കിയാൽ പിന്നെ അതിനെ പേപ്പട്ടിയാണ് എന്ന് പറയാൻ എളുപ്പമാണ്. പിന്നെ കൊല്ലുക, ലോകം മൊത്തം വിധി എഴുതും, എന്നാൽ കൊല്ലല്ലാതെ മറ്റു വഴിയില്ല. അല്ലാതെ ആടിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മറിച്ച് അഭിപ്രായം വരുമല്ലോ. പേപ്പട്ടിയെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് കൊല്ലപ്പെടേണ്ടതാണ് എന്നെല്ലാവരും സമ്മതിക്കും. അപ്പം ഇതുപോലുള്ള കുപ്രചരണങ്ങൾ നടത്തിയിട്ടാണ് ആധുനിക യുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. പണ്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഈ പറഞ്ഞയക്കപ്പെട്ട മനുഷ്യൻ അവിടെ ചെന്ന് പറഞ്ഞത് കൊള്ളയടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞയച്ചപ്പോൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ അഖില ഖുറൈശ്, അഖില മക്ക, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ മുഹമ്മദും കൂട്ടരും കൊള്ളയടിച്ചു. സ്വാഭാവികമായും അബൂജഹൽ എന്ത് ചെയ്തു? എല്ലാവരെയും കൂട്ടി ഒരു സംഘവുമായി പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ആൾ വരുന്നുണ്ട്, അവിടെ നിന്നും വരുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഈ ബദറിന്റെ ചരിത്ര പാഠങ്ങളിൽ രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ടതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുമായി നടത്തിയ കൂടിയാലോചന എന്ന് പറയുന്നത്. പ്രവാചകൻ വഹിയുടെ പിൻബലമുള്ള പ്രവാചകനാണ്. നേർക്ക് നേരെ അള്ളാഹുമായി ലിങ്ക് അപ്പോഴും ഉണ്ട്, അത് കണക്ഷൻ ഡിസ്കണക്ട് ആയിട്ടില്ല. ഓരോ സമയത്തും പ്രവാചകന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ചുകൂട്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്തത സഹചാരികളായി ഇടവും വലവും ഉണ്ടായിരുന്ന ആളുകളാണ്. അവരോട് അഭിപ്രായം ചോദിച്ചു. അവർ പ്രവാചകന് തൃപ്തികരമായ മറുപടി നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് മാത്രം മതിയായില്ല. പ്രവാചകൻ മുഹാജിറുകളെ വിളിച്ചു. മക്കയിൽ നിന്ന് പ്രവാചകനോടൊപ്പം ഹിജറ ചെയ്ത മുഹാജിറുകളായ ആളുകളെ വിളിച്ചു. അവരുടെ നേതാവായ മിഖ്ദാദ് ബിൻ അസ്വദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്താണോ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത് അപ്രകാരം ചെയ്യുക. മൂസ അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞതുപോലെ, മൂസ അലൈഹിസ്സലാമിയോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. എന്താ അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹഉനാ ഖാഇദൂൻ. നീയും നിന്റെ പടച്ചവനും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളതിന് കിട്ടൂല. ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ചെങ്കടൽ മുറിച്ച് കടത്തി കൊണ്ടുവന്ന് ഒരു വാഗ്ദത്ത ഭൂമി കാണിച്ചു കൊടുത്ത്, ഇതാ നിങ്ങൾക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ച ഭൂമി, നിങ്ങൾ നിർഭയമായി പ്രവേശിച്ചു കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചാൽ മതി, അവിടുത്തെ ധിക്കാരികൾ തോന്യാസികളായ ജനത അവിടെ നിന്ന് ഓടിപ്പോകും എന്ന് പറയുമ്പോൾ ഈ ബനി ഇസ്രായേലുകൾ പറഞ്ഞ മറുപടിയാണ്, നീയും നിന്റെ പടച്ചോനും പൊക്കോ, ഞങ്ങളെ കിട്ടൂല, അതിന് യുദ്ധത്തിനൊന്നും ഞങ്ങളെ കിട്ടൂല. നീയും നിന്റെ പടച്ചോനും പോയി അവിടെ ശുദ്ധികലശം നടത്തി അവരെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി ഞങ്ങൾക്ക് നിർഭയമായി കൈ നനയാതെ മീൻ പിടിക്കണം. മിഖ്ദാദ് ബിനു അസ്വദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന മറുപടിയാണ്, ഞങ്ങൾ അതുപോലെ പറയില്ല. എന്താണോ അങ്ങയുടെ റബ്ബ് കൽപ്പിച്ചത് അപ്രകാരം ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അൻസാറുകളോട് ചോദിച്ചു. അൻസാറുകളുമായി നേരത്തെ കഴിഞ്ഞ ദിവസം അഖബ ഉടമ്പടിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ അഖബ ഉടമ്പടിയിൽ പ്രവാചകന് മദീനയിൽ ഒരാപത്തും വരുത്താതെ കാത്തുകൊള്ളാം, ഞങ്ങളുടെ കൂട്ടത്തിൽ അവസാനത്തെ പിഞ്ചുകുട്ടിയും പിടഞ്ഞു മരിക്കുന്നതുവരെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് പോലും വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാണ് അഖബ ഉടമ്പടി. ഇപ്പം മദീനയ്ക്ക് അകത്ത് സംരക്ഷിക്കാനേ അവർക്ക് ഉത്തരവാദിത്തമുള്ളൂ. മദീനയ്ക്ക് പുറത്തു പോയിട്ട് എന്തെങ്കിലും പ്രവാചകന് സംഭവിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് മദീനക്കാർക്ക് അൻസാറുകൾക്ക് വേണമെങ്കിൽ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അവർ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവരുടെ നേതാവാണ്. അദ്ദേഹം എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചവരാണ്, പ്രവാചകരെ അങ്ങ് കൊണ്ടുവന്ന ആദർശത്തിൽ വിശ്വസിച്ചവരാണ്, ആ ആദർശത്തെ സത്യപ്പെടുത്തുക, അങ്ങനെ പ്രതിജ്ഞയെടുത്ത് അങ്ങയോടൊപ്പം ഇറങ്ങിത്തിരിച്ചവരാണ്. ആർത്തിരമ്പി വരുന്നൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ കൽപ്പിച്ചാൽ ചാടിയാൽ എന്താകും എന്നാലോചിക്കാൻ പോലും ഞങ്ങൾ സമയമെടുക്കില്ല, അതിനു മുമ്പ് ഞങ്ങൾ ചാടിയിരിക്കും. പ്രവാചകൻ എന്താണോ പറയുന്നത് അപ്രകാരം ഞങ്ങൾ ചെയ്യും. ഇതൊരു കൂടിയാലോചനയാണ്. ഇനി ഇപ്പുറത്തുള്ള കൂടിയാലോചന എന്താ? അബൂജഹലും കൂട്ടരും വരികയാണ്. ഇതിനിടയിലാണ് അബൂ സുഫിയാനും കൂട്ടരും സമുദ്രതീരത്തുകൂടെ സുരക്ഷിതമായി മദീനയുടെ അതിർത്തി പിന്നിട്ട വിവരം അറിയുന്നത്. സ്വാഭാവികമായും അബൂജഹലിൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല,
നമ്മുടെ കച്ചവട സംഘം രക്ഷപ്പെട്ടല്ലോ, നമുക്ക് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല, കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. അബൂജഹൽ സമ്മതിക്കുമോ? അബൂജഹൽ ഇവരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രവാചകനെതിരെ, മദീനയ്ക്കെതിരെ, വിശ്വാസികൾക്കെതിരെ ആവശ്യത്തിലധികം എരിവും പുളിയും കൊടുത്ത് ഇവരെങ്ങനെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു കൂടിയാലോചനയും ഇല്ലാതെ അബൂജഹൽ സ്വന്തം നിലക്ക് തീരുമാനിച്ചു, നമ്മൾ മുന്നോട്ടാണ്. മദീനയെ ഇല്ലാതാക്കാൻ ഇപ്പം കിട്ടിയ അവസരം ഇനിയൊരവസരം ഇതുപോലെ കിട്ടുകയില്ല. ഇതുപോലെ ഇനിയൊരവസരം നമ്മുടെ മുമ്പിലില്ല. ഈ അവസരം നമ്മൾ പാഴാക്കിയാൽ പ്രവാചകനെയും മദീനയെയും ഇല്ലാതാക്കാൻ ഇനി നമ്മുടെ മുമ്പിൽ ഒരു സുവർണാവസരം ഉണ്ടാവുകയില്ല എന്ന് ഈ കൂടെയുള്ള ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെയും കൊണ്ടുപോവുകയാണ്. ഒരു കൂടിയാലോചനയില്ല. രണ്ടാമത്തെ പാഠം അതാണ്. ഇനി മൂന്നാമതോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ ബദറിൻ്റെ ഒരു ചാരത്തിരുന്ന്, ഇന്ന് അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് അരീഷ് എന്നാണ് ആ പള്ളി അറിയപ്പെടുന്നത്. പ്രവാചകൻ ഒരു ചെറിയ ടെൻറ്റ് കെട്ടി രാത്രി, ഇതുപോലൊരു 16-ന്റെ രാത്രിയിൽ പ്രവാചകൻ ഇരുന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ്. പ്രവാചകൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി താടിരോമങ്ങളിലൂടെ പ്രവാചകൻ ഇരിക്കുന്ന ഇടം വരെ നനയുന്നിടത്തിൽ പ്രവാചകൻ കരയുകയാണ്. അള്ളാഹുവിങ്കിലേക്ക് കൈകൾ ഉയർത്തി പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, അല്ലാഹുമ്മ ആതി മാ വഅതനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർദ്. പ്രവാചകന് ഇപ്പം എന്തതിൻ്റെ കാര്യം? ഇസ്ലാം വിജയിക്കുക എന്നുള്ള അള്ളാഹിൻ്റെ കൂടി ആവശ്യമല്ലേ? പ്രവാചകനാക്കിയത് കൊണ്ടാണല്ലോ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത്. അള്ളാഹുവേ, നീ എന്താണോ വാഗ്ദാനം ചെയ്തത്, ആ വാഗ്ദാനം ചെയ്തത് ഇന്നിവിടെ പൂർത്തീകരിക്കണം. നീ എന്താണോ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്, ആ ഉറപ്പ് ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടണം. അങ്ങനെയില്ല എങ്കിൽ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ, ഈ സംഘം ഇന്നിവിടെ പരാജയപ്പെട്ടാൽ, ഇനി ലോകത്ത് ഒരിക്കലും ലൻ തുഅബദ് ഫിൽ അർദ്, ഭൂമിയിൽ ഇനി, കാരണം അന്ത്യപ്രവാചകനാണ്, ആ പ്രവാചകന്റെ അനുയായികളാണ്. അവർ വധിക്കപ്പെട്ടാൽ, അവരില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനം വരെ നിന്നെ ഇബാദത്തെടുക്കാൻ ആരും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ പ്രാർത്ഥന പരിസരം പോലും മനസ്സിലാക്കാതെ പ്രവാചകൻ തേങ്ങിയുള്ള ഈ പ്രാർത്ഥന, പ്രവാചകന്റെ മേലെയിട്ട മുണ്ട് താഴെ വീഴുകയാണ്. പ്രവാചകൻ അറിയുന്നില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു, പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു. ആ പ്രവാചകന്റെ വീണ ആ മേൽമുണ്ടെടുത്ത് പ്രവാചകന്റെ ശരീരത്തിൽ പുതച്ചു കൊടുത്തു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, യാ നബിയല്ലാഹ് കദാലിക മുനാശദതുക റബ്ബുക ഫഇന്നഹു സയുൻജിസ് ബിക മാ വഅദക. താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ, റബ്ബിനോട് ചോദിച്ചത് മതി, റബ്ബ് താങ്കൾക്ക് തരാതിരിക്കൂല. അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടും. നേരത്തെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ ആളുകളോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. രണ്ടൊരു സംഘത്തെ കീഴ്പ്പെടുത്തി തരാം എന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഓൾറെഡി അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടൊരു സംഘത്തെ കീഴ്പ്പെടുത്തി തരാമെന്ന് വാഗ്ദാനം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയിട്ട് പോലും പ്രവാചകൻ പ്രാർത്ഥനയിൽ വിശുക്ക് കാണിക്കുന്നില്ല. നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കുക? നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ പ്രാർത്ഥനയില്ല. കിട്ടുന്നുള്ള സൂചന വന്നാൽ തന്നെ നമ്മൾ നിർത്തിക്കളയും. അള്ളാഹുവിൻ്റെ വാഗ്ദാനം വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തം അവതരിക്കുകയാണ്. രണ്ടിലൊരു സംഘത്തെ കീഴ്പ്പെടുത്തി തരാമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നിർത്തുന്നില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ബദറിൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇപ്പുറത്തെ സംഘം എങ്ങനെ വരുന്നത്? ആടിത്തിമർത്ത് മദ്യവും അതേപോലെ ഭക്ഷണവും. ഇപ്പുറത്ത് നോമ്പെടുത്തിട്ട് സഹാബാക്കൾ വരുന്നത് ആദ്യത്തെ റമദാനാണല്ലോ. ഇങ്ങനെ വരുന്ന സഹാബാക്കൾ ഇപ്പുറത്ത് വരുന്നത് വേറെ കോലത്തിലാണ്. ഏത് സംഘമാണ് ജയിക്കേണ്ടത്? അതാണ് സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിക്കപ്പെട്ട ഒരു ദിവസമാണത് എന്ന് പറയുന്നത്. അടുത്ത ദിവസം പ്രഭാതമായി.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അണിനിരത്തുകയാണ്. ആ അണിനിരത്തുന്നതിനിടയിൽ സവാദ് ബിൻ ഖസിയ എന്ന സ്വഹാബി ഒരല്പം മുന്നിലേക്ക് കയറി നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറ്റത്തേക്കൊന്ന് ഒരു നോണ്ട് കൊടുത്തു. പുറകിലേക്ക് നീങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ മനുഷ്യൻ ഉടനെ പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് നീതിമാനായ പ്രവാചകനാണ്. സത്യവും നീതിയും നടപ്പിലാക്കാൻ വേണ്ടിയാണ് അങ്ങ് നിയോഗിക്കപ്പെട്ടത്. എനിക്ക് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം. അങ്ങ് ഈ വടി കൊണ്ട് തട്ടിയത് എനിക്ക് നൊന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രതികാരം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിലുള്ള വടി ആ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, സവാദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് താങ്കൾ തിരിച്ചതുപോലെ ചെയ്യാൻ പറഞ്ഞു. നേതാവും അനുയായികളും തമ്മിലുള്ള ആ ആത്മബന്ധത്തെ നമുക്കിതിൽ വായിച്ചെടുക്കാൻ കഴിയും. ആ വടി വാങ്ങിയിട്ട് കുത്താൻ നേരത്ത് ആ മനുഷ്യൻ പറഞ്ഞു, റസൂലെ, നിങ്ങൾ എന്നെ കുത്തിയപ്പോൾ എനിക്ക് ഷർട്ടില്ല, മേൽക്കുപ്പായുമില്ല, മുണ്ട് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മേലൊരു കുപ്പായുണ്ട്. അതുകൊണ്ട് നേരിട്ട് വടി നിങ്ങളുടെ ശരീരത്തിലേക്ക് തട്ടണമെങ്കിൽ ആ കുപ്പായി ഒന്ന് പൊക്കണം, എന്നാലേ സമാസമാകൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉടുപ്പൊന്ന് പൊക്കി കാണിച്ചു. എന്താ ചെയ്തോ? ആ മനുഷ്യൻ പ്രവാചകനെ കെട്ടിപ്പിടിച്ച് പ്രവാചകന്റെ വയറിൽ തുരുതുരെ ഉമ്മ വെക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയോട് എനിക്കൊരു വിരോധവുമില്ല, അങ്ങയോടൊരു പ്രതികാരവുമില്ല. നമ്മൾ യുദ്ധത്തിലേക്ക് പുറപ്പെടുകയാണ്. എൻ്റെ മുന്നിൽ മരണമല്ലാതെ ഷഹാദത്തല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഷഹീദായി കഴിഞ്ഞാൽ എൻ്റെ പ്രവാചകൻ അവസാനമായി എൻ്റെ ശരീരത്തോടൊന്ന് ചേർത്ത് വെക്കാൻ ഞാൻ കൊതിച്ചു പോയി റസൂലേ. എൻ്റെ ശരീരവും അങ്ങയുടെ ശരീരവും തമ്മിൽ ചേർന്ന് നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. എനിക്ക് അങ്ങയോടൊരു പ്രതികാരമില്ല. ഇത് റസൂലുള്ളാഹി, ഇതാണ് ആ ബദറിൽ നമ്മൾ കാണുന്ന ഓരോ സംഭവങ്ങളും. അങ്ങനെ യുദ്ധം തുടങ്ങുക. യുദ്ധം തുടങ്ങി ആദ്യം ദ്വന്ദ്വയുദ്ധമാണ്. ദ്വന്ദ്വയുദ്ധത്തിന് സ്വാഭാവികമായും അൻസാറുകൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളല്ലേ. അൻസാറുകളും മുഹാജിറുകളും തമ്മിലുള്ള ഈ ആത്മബന്ധം, നമ്മൾ സാധാരണ ഒരു വന്തവാസി, അവിടെ സ്ഥിരവസിക്കുന്ന ആളുകൾ, വന്ന ആളുകൾ, നമുക്കിടയിൽ ഒരു ജാഹിലിയത്തിൻ്റെ ഒരു വർത്തമാനമുണ്ട്. ഇത് പുറത്തുനിന്ന് വന്ന ആളാണ്, ഇത് അകത്തുള്ള ആളാണ്. അങ്ങനെയൊന്നുമില്ല ദീനിൽ. എല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാണ്, എല്ലാവരും മുഅ്മിനുകളാണ്. ഇവിടെ വന്നവരും പോയവരൊന്നുമില്ല. മുഹാജിറുകളും അൻസാറുകളും ചില സന്ദർഭങ്ങളിൽ ഇവരിലെ ചില ആളുകളിൽ ഈ ഒരു ജാഹിലിയത്തിൻ്റെ ചിന്തകൾ ഉണ്ടാവാറുണ്ട്. അത്തരം ചിന്തകളെ അതാ സമയങ്ങളിൽ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാറുണ്ട്. നിങ്ങളുടെ ഇത്തരം വർത്തമാനങ്ങൾ ജാഹിലിയത്തിൻ്റെ വർത്തമാനങ്ങളാണ്. അൻസാറുകളും മുഹാജിറുകളും ഇനി സത്യവിശ്വാസികളാണ്. നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളിപ്പോൾ സഹോദരന്മാരാണ്. അപ്പോഴും മുഹാജിറുകളായ ആളുകളോട് അൻസാറുകൾ പറയാം, നിങ്ങൾ യുദ്ധത്തിനിറങ്ങണ്ട, ഞങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളാം. ഞങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ വന്നത്. മദീനയിലേക്ക് നിങ്ങൾ കയറി വന്നത് ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകും എന്ന ഉത്തമ ബോധ്യത്തിലാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങിയിട്ട് പരാജയപ്പെടുന്നുവെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇറങ്ങിയാൽ മതി. അങ്ങനെ അൻസാറുകൾപ്പെട്ട 3 ആളുകൾ ഇറങ്ങി. പക്ഷേ ഇപ്പുറത്ത് ഖുറൈശികളാണല്ലോ. ഈ ഖുറൈശികൾ സാധാരണ പറയാം, ഖുറൈശികൾ ആഢ്യന്മാരാണ്. അവരെ സംബന്ധിച്ച് ഞങ്ങൾ വലിയ മനുഷ്യന്മാരാണ്. അവർ പറയാം, ഈ അൻസാറുകൾ വന്നപ്പോൾ ഈ അൻസാറുകളിൽ നിന്ന് ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങിയ ആളുകളോട് ഖുറൈശികൾ പറയുന്നത്, നിങ്ങളുമായിട്ട് നമ്മുടെ സാധാരണ എര പോരാ പറയില്ലേ, നമ്മൾ തമ്മിൽ തണ്ടി ഒക്കൂല പറയില്ലേ. നിങ്ങൾ അൻസാറുകൾ അല്ലെങ്കിൽ മദീനക്കാർ, ഞങ്ങൾ ഖുറൈശികൾ, ഞങ്ങൾക്ക് ഏറ്റുമുട്ടണമെങ്കിൽ ഖുറൈശികൾ വരട്ടെ, നിങ്ങളക്കാര് ഖുറൈശികൾ വരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കും യാ ഉബൈദ, കും യാ ഹംസ, കും യാ അലി, അല്ലയോ അലി എഴുന്നേൽക്കും, ഹംസ എഴുന്നേൽക്കും, ഉബൈദ എഴുന്നേൽക്കും, നിങ്ങൾ 3 ആൾ ഇറങ്ങി. അങ്ങനെ അവർ 3 ആളുകളാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. അവർ 3 ആളുകൾ ഇറങ്ങിയിട്ടാണ് ആ ദ്വന്ദ്വയുദ്ധം തുടങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭങ്ങളിലെല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഖൂമൂ ഇലൽ ജന്ന അർളുഹസ് സമാവാതി വൽ അർദ്. സ്വർഗം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വികാരമാണ്. ആ സ്വർഗത്തിൻ്റെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. സ്വർഗത്തിൻ്റെ മുമ്പിൽ ഒരു കോംപ്രമൈസിനും അവർ തയ്യാറല്ല.
അള്ളാഹുവിന്റെ റസൂൽ തുടരെ തുടരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ഖൂമൂ ഇലൽ ജന്ന അർദുഹ അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുവിൻ. ഇത് കേൾക്കുന്ന സന്ദർഭത്തിൽ ഉമൈർ ഇബ്നു ഹുമ്മാം റളിയല്ലാഹു അൻഹു തൻ്റെ വിശപ്പടക്കാൻ വേണ്ടി ഒരു കാരയ്ക്ക കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞാനിപ്പോൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഞാൻ ഷഹീദായാൽ എനിക്ക് സ്വർഗം കിട്ടുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർച്ചയായും. ആ കാരയ്ക്ക പോലും മുഴുവനായി കഴിക്കാൻ നിൽക്കാതെ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ് യുദ്ധക്കളത്തിലേക്ക്. സ്വർഗം വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വലിയ ഒരു വികാരമായിരുന്നു. പറയുന്നുണ്ട്, എൻ്റെ അപ്പുറവും ഇപ്പുറവും 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഇടവും വലവും 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും ഒന്ന് ആഗ്രഹിച്ചു പോയി, എന്നേക്കാൾ കുറച്ചുകൂടി തടിമിടുക്കുള്ള, എന്നേക്കാൾ കുറച്ച് ഹൈറ്റുള്ള, കുറേ കൂടി ശരീരാകാരമുള്ള 2 ആളുകൾ എൻ്റെ അപ്പുറവും ഇപ്പുറവും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ കൊതിച്ചുപോയി. ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തുള്ള കുട്ടി എന്നെ തോണ്ടിയിട്ട് ചോദിക്കുകയാണ്, ആരാണ് അബൂജഹൽ? അബൂജഹൽ ആരാണ്? അപ്പം ഞാൻ ആ കുട്ടിയോട്, നിനക്ക് എന്തിനാണ് അബൂജഹൽ? ആ കുട്ടി പറഞ്ഞു, പ്രവാചകനെ ചീത്ത വിളിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന അബൂജഹലാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധക്കളത്തിൽ അബൂജഹലിനെ കണ്ടാൽ ഞാനോ അവനോ 2-ൽ ഒരാളെ ബാക്കി കാണും. ഇങ്ങനെ സംസാരം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പുറത്തുള്ള ആൾ എന്നെ തോണ്ടി, ആ കുട്ടി എന്നെ തോണ്ടി. എന്നാൽ അപ്പുറത്തുള്ളവൻ കേൾക്കാതെ ഇവൻ എന്നോട് ചോദിക്കുക, ആരാണ് അബൂജഹൽ? ഞാൻ വീണ്ടും അവനോടും ചോദിച്ചു, ഇതേ ചോദ്യം ആവർത്തിച്ചു, എന്തിനാണ് നീ അബൂജഹലിനെ അന്വേഷിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതേ മറുപടിയാണ് ആ കുട്ടിയും പറയുന്നത്. അബൂജഹൽ പ്രവാചകനെ അസഭ്യം പറയുന്നതും ഇതിൻ്റെ മുഴുവൻ കാരണക്കാരൻ അബൂജഹലാണ്. അതുകൊണ്ട് ഞാനും അബൂജഹലും തമ്മിൽ യുദ്ധക്കളത്തിൽ കണ്ടുമുട്ടിയാൽ 2-ൽ ഒരാളെ ബാക്കി കാണും. അതിനിടയിൽ അങ്ങ് ദൂരെ അബൂജഹൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ചൂണ്ടിക്കാണിച്ചു, അത് അബൂജഹൽ. ഞാൻ പറഞ്ഞ മാത്രയിൽ ഈ 2 ആളുകൾ ശരവേഗത്തിൽ ഓടിച്ചെന്ന് 2 ആളുകളുടെ ആരുടെ വാളാണ് ആദ്യം അബൂജഹലിന്റെ മേത്ത് പതിച്ചത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവർ അബൂജഹലിനെ മലർത്തിയടിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്, ഈ 2 കുട്ടികളാണല്ലോ എന്നെ കാത്തത്. ഇതൊരു സമർപ്പണമാണ്, ഇതൊരു ത്യാഗമാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗവും സമർപ്പണവുമാണ്. ബദറിൽ നമുക്ക് കാണാൻ കഴിയുന്ന 4ാമത്തെ പാഠമെന്ന് പറയുന്നത്, കുടുംബ ബന്ധത്തെക്കാൾ വിശുദ്ധമാണ് ആദർശ ബന്ധമെന്ന് പറയുന്നത്. ആദർശത്തിനു വേണ്ടി നമ്മൾ വില കൽപ്പിക്കുന്ന ആദർശത്തിനു വേണ്ടി ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ ആ ആദർശത്തെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിനു മുമ്പിൽ ഇപ്പം നേരെ തിരിച്ചാണ്, ബന്ധങ്ങളും സ്വന്തങ്ങളും അതിനുവേണ്ടി ആദർശം പരിഗണിക്കുന്ന ആളുകളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബ്ദുറഹ്മാൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഉപ്പ, ബദർ യുദ്ധത്തിൽ പലപ്പോഴും ആളുകൾ ഇങ്ങനെ മിന്നായ മറയുന്ന കൂട്ടത്തിൽ അങ്ങയെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോയതാ. അങ്ങയെ കൊല്ലാതിരിക്കാൻ, അങ്ങയെ പരിക്കേൽപ്പിക്കാതിരിക്കാൻ, അങ്ങയുമായി ഏറ്റുമുട്ടാതിരിക്കാൻ ഞാനിങ്ങനെ മാറിപ്പോയതായിരുന്നു. പലപ്പോഴും യുദ്ധക്കളത്തിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു കൊടുത്ത മറുപടി എന്തായിരുന്നു അറിയോ? ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ നീ പറഞ്ഞ ഈ ആനുകൂല്യം ഉണ്ടല്ലോ, അത് എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കുമായിരുന്നില്ല. അതോ മകനാണ് എന്നൊരു പ്രതീക്ഷയൊന്നും ആ ആനുകൂല്യമൊന്നും ഞാൻ നിനക്ക് നൽകുമായിരുന്നില്ല. പക്ഷെ ഞാൻ നിന്നെ കണ്ടില്ല, അത് നിൻ്റെ ഭാഗ്യം എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്. ആദർശത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ പലതരത്തിൽ കുടുംബത്തെയും കുട്ടികളെയും ഭാര്യമാരെയും ആദർശത്തിൻ്റെ മാർഗത്തിൽ അവരോടൊപ്പം ചേർന്ന് ആദർശത്തെ ബലികഴിക്കുമ്പോൾ, ബദരീങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രം കാര്യമല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രം അവസ്ഥയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു വരികയാണ്. യുദ്ധത്തിൻ്റെ പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞ് യുദ്ധക്കളത്തിലൂടെ നടക്കുമ്പോൾ ഉത്തുബയുടെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. ഉത്തുബയുടെ മറ്റൊരു മകനായ വലീദ്, ആ വലീദോടുണ്ട്.
ഉതുബയുടെ മറ്റൊരു മകനാണ് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഈ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരൻ്റെയും പിതാവിൻ്റെയും ഈ ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്തായാലും ഉപ്പയും കൂടപ്പുറപ്പുമാണല്ലോ, നിറഞ്ഞുപോയി, കണ്ണ് നിറഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫയോട് ചോദിച്ചു, അല്ലയോ ഹുദൈഫ, ഈ മുശ്രിക്കുകളായ ആളുകൾ, വധിക്കപ്പെട്ട മുശ്രിക്കുകൾ എല്ലാവരും പാടെ വലിച്ചുകൂട്ടി ഒരു കുഴിയിലേക്കിട്ട് മൂടുകയാണല്ലോ ചെയ്തത്. ഇങ്ങനെ ഇവരെ വലിച്ചഴച്ച് ആ കുഴിയിലേക്ക് ഇടുന്നത് കണ്ടപ്പോൾ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുദൈഫയോട് നോക്കി ചോദിച്ചു, അല്ലയോ ഹുദൈഫ, താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല പ്രവാചകരെ, എനിക്കൊരു പ്രയാസമില്ല. അവർ സത്യനിഷേധികളാണ്, എനിക്കൊരു പ്രയാസമില്ല. എൻ്റെ മുന്നിൽ ആകെ ഉള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് എൻ്റെ ഉപ്പയും എൻ്റെ സഹോദരനും ഈ ആദർശം സ്വീകരിച്ചില്ലല്ലോ. ഞാൻ പലവട്ടം പരിശ്രമിച്ചിട്ടും അവർ ഈ ആദർശം സ്വീകരിച്ചില്ലല്ലോ എന്നൊരു സങ്കടമല്ലാതെ മറ്റൊരു സങ്കടവും എൻ്റെ മുമ്പിലില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതാണ് ബദറിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരുപാട് പാഠങ്ങൾ എന്ന് പറയുന്നത്. ബദറിൽ മലക്കുകൾ ഇറങ്ങുകയാണ്. എന്നും ജബലുൽ മലായിക എന്ന് പറഞ്ഞ് ഹജ്ജിനോ ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ കാണാൻ കഴിയും. ഈ ബദറിൻ്റെ ഒരു ഭാഗത്തായിട്ട് ജബലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി. മലക്കുകൾ ഇറങ്ങിയോ? എത്ര പേരുണ്ടായിരുന്നു? അത് അവർക്കൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി വന്ന് പറഞ്ഞതാണോ? ഇതൊക്കെ വേറെ ചർച്ചയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടാകും. മലക്കുകൾ ഇറങ്ങി നിന്നെ സഹായിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹ് മലക്കുകൾ ഇറക്കുമെന്ന് പറഞ്ഞു. മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ തന്നെ പിന്നീട് പറയുന്നുണ്ട്, ചില ആളുകളെ ഞങ്ങൾ കാണുന്നുണ്ട്, അതിനു മുമ്പ് ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല, അതിന് ശേഷം കണ്ടിട്ടില്ല. ഊർജ്ജസ്വലതയോടുകൂടി അവർ യുദ്ധം ചെയ്യുകയാണ്. അവരുടെ ആ ഊർജ്ജസ്വലതയാണ് ഞങ്ങൾക്ക് ആവേശവും കരുത്തും പകർന്നത്. ഞങ്ങളും അവരോടൊപ്പം പടവെട്ടി. അതിനു മുമ്പും അതിന് ശേഷവും ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതാരായിരിക്കും? അള്ളാഹു അവതരിച്ച മലക്കുകളാണ്. ആ മലക്കുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്, ബദരീങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. ആ ബദരീങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിച്ച ത്യാഗം എത്രയാ, അവരുടെ സമർപ്പണം എത്രയാ! ഒരു കരുതിവെപ്പുമില്ലാതെ ഞാൻ നേരത്തെ ഹിജറ പുറപ്പെടുന്ന സന്ദർഭത്തിൽ സ്വൈബ് റൂമിയെ പോലെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇറങ്ങി തിരിച്ചവരാണ്. മദീനയിലെത്തി 2 വർഷം പൂർത്തിയാകുന്നില്ല. ആ സന്ദർഭത്തിലാണ് ബദറുണ്ടാകുന്നത്. ആ ബദറിലേക്ക് ഇറങ്ങി തിരിക്കണമെങ്കിൽ ഇവർ സഹിച്ച ത്യാഗവും സമർപ്പണവും ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. അങ്ങനെയാണ് അവർ സ്വർഗത്തിലേക്ക് നടന്നു കയറിയത്. പിന്നീട് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനമായപ്പോഴൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായല്ലോ. ആ പ്രശ്നങ്ങളിൽ ചില ആളുകൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അന്ന് ബദറിൽ പങ്കെടുത്ത ചില ആളുകൾ പിന്നീട് അവരിൽ ചില സ്ഖലിതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ പിന്നീട് വന്ന ഖലീഫമാർ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് തയ്യാറായില്ല? ബദരീങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു അംഗീകാരമുണ്ട്, ഒരു പദവിയുണ്ട്. ബദരീങ്ങൾ എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ഈ അംഗീകാരത്തെ വളരെ മതിപ്പോടുകൂടിയാണ് അവർ കണ്ടത്. അത് കാണാനുള്ള കാരണം ഇതാണ്. ഒരു നിർണായകമായ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സാന്ദർഭികമായ ഒരു പിന്തുണയുമില്ലാതെ എന്തെല്ലാം ഭൗതികമായ കണക്കുകൂട്ടലുകൾ വെച്ച് നോക്കിയാൽ യുദ്ധത്തിന് ഒരനുകൂലമായ സാഹചര്യവുമില്ലാതെ പ്രവാചകനെയും മുസ്ലിങ്ങളെയും ദീനുൽ ഇസ്ലാമിനെയും സംരക്ഷിക്കാൻ വേണ്ടി അവർ ഇറങ്ങി തിരിച്ചവരാണ്. റസൂലിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, റസൂലെ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ കുറേ ആളുകൾ പടവെട്ടുന്ന ആളുകളുണ്ടല്ലോ, ഈ പടവെട്ടുന്ന ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ്? ചില ആളുകൾ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ചില ആളുകൾ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ചില ആളുകൾ അവരുടെ തറവാടിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ചില ആളുകൾ അവരുടെ മഹത്വം നിലനിർത്താൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, ചില ആളുകൾ സമ്പത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധം എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊടുത്ത മറുപടി എന്താ? ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ.
അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർന്നു കാണണമെന്ന് ആഗ്രഹിച്ച് ആർ പടവെട്ടുന്നുവോ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ്. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ പരിശ്രമിക്കേണ്ടത്, പണിയെടുക്കേണ്ടത് പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, കുടുംബ മഹിമയ്ക്ക് വേണ്ടി, തറവാടിത്തത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി അല്ല. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹിൻ്റെ കലിമത്ത്, അള്ളാഹുവിൻ്റെ ദീൻ അത് വിജയിച്ചു കാണണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, അതിനു വേണ്ടിയാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ. ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഏത് സ്വർഗത്തിലേക്ക്? ബദരീങ്ങൾ നടന്നു കയറിയ സ്വർഗത്തിലേക്ക്. ബദരീങ്ങൾ എങ്ങനെയാണ് നടന്നു കയറിയത്? നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒരു കാരക്കയുടെ കഷ്ണം പോലും മുഴുവനായി ചവച്ചിറക്കാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പറന്നുയരുകയാണ് ബദരീങ്ങൾ ചെയ്തത്. നമുക്ക് ബദരീങ്ങളുടെ പേരിൽ വയറ് നിറയ്ക്കലാണ്. ബദരീങ്ങളുടെ മഹത്വങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അസ്ഹാബുൽ കഹ്ഫിനെ പോലെ ഇതേപോലെ ആ കാലഘട്ടത്തിലെടുത്ത് നോക്കിയാൽ ഒരുപാട് പാടി പുകഴ്ത്താൻ കഴിയുന്ന ഒരുപാട് പുണ്യപുരുഷന്മാരുടെ ചരിത്രങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മദ്ഹുകൾ പാടി, അതിൻ്റെ പോരിശകൾ പറഞ്ഞ്, അതിൻ്റെ ചരിത്രങ്ങൾ അയവിറക്കി, അങ്ങനെ അവർക്ക് ഈ മദീനയിലെ സഹാബാക്കൾ കഴിഞ്ഞുകൂടാമായിരുന്നു. അതല്ലല്ലോ അവർ ചെയ്തത്. അസ്ഹാബുൽ കഹ്ഫ് ഇങ്ങനെ ഇറങ്ങി വന്നു. കിടങ്ങിൻ്റെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ കിടങ്ങിൻ്റെ ആളുകൾ, അതിൽ നിന്ന് ആ കിടങ്ങിനെ ധൈര്യസമേതം സ്വീകരിച്ച ആളുകളുണ്ട്. അവരും ഒരർത്ഥത്തിൽ ശുഹദാക്കളാണ്. ആ ശുഹദാക്കളുടെ പോരിശ പറഞ്ഞുകൊണ്ട് ആ പോരിശയുടെ ആ മഹത്വത്തിൻ്റെ വാല് പിടിച്ച് അങ്ങനെ സ്വർഗത്തിലേക്ക് എത്താം എന്നാണോ സാക്ഷാൽ ബദരീങ്ങൾ തീരുമാനിച്ചത്? പ്രവാചകനും അനുയായികളും തീരുമാനിച്ചത്? അതല്ല, അവരവർ സ്വന്തം നിലയിൽ സ്വർഗത്തിലേക്കുള്ള ഈ മുൻഗാമികൾ വരച്ചു കാണിച്ച വഴിയിലൂടെ സ്വർഗത്തിലേക്ക് അവനവൻ്റെ വഴികൾ വെട്ടിത്തെളിയിച്ച് സ്വർഗത്തിലേക്ക് നടന്നെടുക്കുകയാണോ അവർ ചെയ്തത്? നമുക്ക് സ്വർഗം വേണോ? നമ്മുടെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ബദരീങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടേച്ചു പോയ വഴിയുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ ഓരോ കാലഘട്ടത്തിൽ, ഓരോ സ്ഥലത്ത്, ഓരോ സന്ദർഭത്തിൽ ഓരോ രീതിയിലായിരിക്കും. എല്ലാവർക്കും എല്ലാ സമയത്തും വാളെടുത്ത് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല. ഓരോ സമയത്ത്, ഓരോ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന അവസരങ്ങളുണ്ടാകും. ഇറാനിൽ യുദ്ധം ചെയ്യുന്നുണ്ട്, പലസ്തീനിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതൊരു രാജ്യമാണ്, ഒരു മിലിറ്ററി ഫോഴ്സ് ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെ ചെറിയ കൂട്ടങ്ങൾ സംഘടിച്ചുകൊണ്ട് ആയുധ പരിശീലനങ്ങൾ നടത്തി അങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? അതിന് പറ്റൂല. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ വേറെ പ്രവർത്തന രീതികളുണ്ട്. ഓരോ കാലഘട്ടത്തിനും, ഓരോ സന്ദർഭത്തിനും, ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മടിയും കൂടാതെ എന്താണോ നമ്മുടെ മുമ്പിലുള്ള വഴി, ആ വഴിയിലൂടെ ലിതകൂന കലിമത്തുല്ലാഹിയൽ ഉലിയ, അള്ളാഹുവിൻ്റെ വചനം, അള്ളാഹുവിൻ്റെ ദീൻ അത് ഉത്തരോത്തരം വളർന്ന് വികസിക്കാൻ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ബദറിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. അതാണ് ബദരീങ്ങളിൽ നിന്ന് നമ്മൾ പകർത്തേണ്ടുന്ന പാഠം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബദറിലെ ഈ സത്യവിശ്വാസികളുടെ, ഈ ബദരീങ്ങളുടെ നല്ല മാതൃകകൾ പിൻപറ്റി അതിനനുധാവനം ചെയ്ത് അതിലൂടെ അവർ പറന്നുയർന്ന സ്വർഗത്തിലേക്ക് നടന്നു കയറാനെങ്കിലും നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.